വിസ്മയിക്കാൻ കഴിയാതെ വേണം. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം നഷ്ടങ്ങളുടെ നടുവിൽ കൊണ്ട് ശത്രു തള്ളിയിട്ടു. അതിൽ നിന്നും കരകയറി വരാൻ കഴിയാതെ നാളുകൾ കൊണ്ട് പാടുപെടുന്ന ചില കുടുംബത്തെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്നെ വിസ്മയിപ്പിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിന്റെ നടുവിൽ ദൈവം നൽകാം. ദൈവത്തിന്റെ പ്രവൃത്തി കാണും. നിങ്ങളെല്ലാവരെയും പ്രവൃത്തി കാണാതെ വേണം ഇരുട്ടത്തിലാണ് ആ ശത്രുവിനെ ഇഷ്ടം. നമ്മൾ ആ ദൈവീയ വിസ്മയ വിടുതലിന്റെ കാര്യം പറഞ്ഞത് എന്ത് ചെയ്തു? ഇവിടെ ഇരുൾ സംഭവിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടേതായ ദൈവ പ്രവൃത്തി മുമ്പിലോട്ട് വരുന്നത് വാദിച്ചു നിൽക്കുന്ന ചില ശത്രു മണ്ഡലങ്ങൾ ഇന്ന് നിന്റെ ഭവനത്തിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ അതിനെ യേശുവിൽ കൂടെ ജയിക്കാൻ തയ്യാറായ നിന്റെ ഭവനത്തിലെല്ലാം നന്മയ്ക്കായി വേദനിക്കുന്ന ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു തുടങ്ങും. മുട്ടുകുളമല്ല, അരയോളമല്ല, നീന്തിയിട്ടും കടക്കാൻ കഴിയാത്തൊരു ദൈവ പ്രവൃത്തി നിന്റെ ഭവനത്തിന്റെ നടുവിൽ. ഹല്ലേലൂയ, എന്റെ ദൈവം ധൈര്യമെന്ന് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലത്ത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരം ഉയർത്തി ദൈവത്തെ ഒന്ന് നന്ദിയോടെ ആ ദൈവ പ്രവർത്തിക്കാം. എന്നാൽ 43-ാമത്തെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഇതാരും അറിയില്ല എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പാതാളത്തിലേക്ക് താഴ്ത്തുവാനിരുന്ന ആ ശരീരം യേശു തൊട്ടപ്പോൾ അത് പൊങ്ങി വരുവാനിടയായി. പാതാളത്തിന്റെ നടുവിൽ കിടക്കുന്ന ഏതിനെയും യേശു തൊട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു പാതാളത്തിൽ കടക്കാൻ എന്റെ ദൈവം ഇടവരുത്തില്ല. അത് എഴുന്നേറ്റു വരുവാൻ ഇടയുണ്ടാകും. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ പറയുന്നു, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ജനക്കൂട്ടത്തെ ഞാൻ പണിയും, അതിനെ ജയിപ്പാൻ ഒരു പാതാള ഗോപുരം എഴുന്നേൽപ്പാൻ എന്റെ ദൈവം ഇടവരുത്തില്ല. ഇന്ന് പകൽക്കാലം കടന്നു വന്ന നിന്റെ പണിയാണ് എന്റെ ദൈവം. ഇന്ന് പകൽക്കാലം ഈ പാതാളത്തിന്റെ നടുവില് നിന്നെ ഉയർത്താനാ, നിന്നെ എഴുന്നേൽപ്പിക്കാനാ ഇറങ്ങി വന്നത്.
ദൈവത്തിന്റെ മഹത്വം ഇന്ന് പകൽക്കാലം കാണും. അപ്പോൾ ആ കുഞ്ഞിനെ ദൈവം വിടുവിപ്പാൻ ഇടയുണ്ടായി. ഇത് നീ വിശ്വസിച്ചാൽ ആ ദൈവമഹത്വം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു പകരായി മാറും. ഹല്ലേലൂയ. അതിൽ യോഹന്നാന്റെ സുവിശേഷം 21 അതിന്റെ 8-ാമത്തെ വാക്യം വായിക്കാട്ടെ. ശിഷ്യന്മാർ കടയിൽ നിന്ന് ഏകദേശം 200 മുഴത്തിൽ അധികം ദൂരത്തിലായാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചും കൊണ്ട് ചെറിയ പടകിൽ വന്നു കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കടലിൽ അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. യേശു അവരോട്, ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. ശീമോൻ പത്രോസ് കയറി 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി. അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. യേശു അവരോട്, വന്നു പ്രാതൽ കഴിച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. കർത്താവാകുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യന്മാരിൽ ഒരുത്തൻ നീ ആരെന്ന് അവനോട് ചോദിക്കാൻ കിട്ടുന്നില്ല. യേശു വന്ന് അപ്പമെടുത്തു അവർക്ക് കൊടുത്തു. മീനും അങ്ങനെ തന്നെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ഇങ്ങനെ 3 പ്രാവശ്യം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. മതി. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിനം ഉയർത്ത് എഴുന്നേറ്റ്. എന്നാൽ പത്രോസ് എന്ന മനുഷ്യൻ എന്ത് ചെയ്തു? യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറയുവാനിടയുണ്ടായി. ദൂതൻ എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിനെ തള്ളിപ്പറയുക മാത്രമല്ല, കർത്താവിന് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുവാൻ ഇടയുണ്ടായി. ഒറ്റിക്കൊടുത്തതിന് ശേഷം ചുംബനത്തോടെ വന്ന ആ പടയാളികൾക്ക് യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ ഇടയുണ്ടായി. എന്നാൽ യേശുവിനെ പിടിച്ചു. യേശുവിന്റെ അറസ്റ്റ് അവർ ആ ദേശത്ത് മൊത്തവും യേശുവിനെ അറസ്റ്റ് ചെയ്തതായി ജനം പ്രഖ്യാപനം നടത്തി. പല കോടതിയുടെ നടുവിൽ യേശുവിനെ കേട്ടിയിറക്കി കൊണ്ടുപോയെങ്കിലും ഒരിടത്തും യേശു തെറ്റ് ചെയ്തതായി ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ജനം തന്നെ എന്ത് ചെയ്ത്? ഇതുപോലെ നമ്മളിപ്പോൾ കൂടിയിരിക്കുന്നവർ പല അത്ഭുതങ്ങൾ കണ്ടവരാണ്, പല വിടുതലുകൾ കണ്ടവരാണ്. അതുപോലെ യേശുവിനോട് കൂടി നടന്നവരൊക്കെ അത്ഭുതങ്ങൾ കണ്ടവരാണ്. എന്നാൽ യേശുവിനെ ഈ അറസ്റ്റ് ചെയ്ത് ന്യായാലയത്തിന്റെ നടുവിൽ വെറുതെ എങ്കിലും ഒരു അടിയെങ്കിലും അടിച്ചു വിടാമെന്ന് അവിടെയുള്ള ഭരണാധികാരികൾ പറഞ്ഞിട്ടും ജനം വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. എന്നാൽ പീലാത്തോസ് പോലും ലാസ്റ്റ് പറയുന്നു, നിങ്ങളുടെ നിർബന്ധത്താൽ ഞാൻ ഇതിന് സമ്മതിക്കുന്നു. അപ്പോൾ അതാണ് യേശു പറഞ്ഞത്, മൂക്കിൽ ശ്വാസമുള്ളിടത്ത് കാലം ആരെ വിശ്വസിക്കരുത്? മനുഷ്യനെ നമ്മൾ വിശ്വസിക്കരുത്. നമ്മൾ എത്ര ചേർത്ത് പിടിക്കുന്നവരെന്ന് പറഞ്ഞാലും അല്പം കഴിയുമ്പോൾ അവർ നിനക്കെതിരെ സംസാരിക്കുന്നവരായി മാറും, നിനക്കെതിരെ കൂട്ടം കൂടുന്നവരായി മാറും, നിനക്കെതിരെ നുണ പറയുന്നവരാണ്. അല്ലില്ല, നിനക്കെതിരെ വേണമെങ്കിൽ അല്ലില്ല മരണത്തിന് വേണ്ടി ചില പദ്ധതി ഒരുക്കുന്നവരായി മാറും. അല്ലില്ല. അതുകൊണ്ട് നീ മനുഷ്യനെ വിശ്വസിക്കാതെ വണ്ണം യേശുവിനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിന്റെ മേൽ ശത്രു ഒരുക്കുന്ന സകല മരണത്തിന്റെ പദ്ധതികളെ യേശു പൊളിച്ചു കളയും. അപ്പോൾ ശിഷ്യന്മാർക്ക് എന്ത് സംഭവിച്ചു? ഈ ഒറ്റിക്കൊടുത്ത് പ്രിയ മകൻ ചുംബനത്തോടെ യേശുവിനെത്തിയത് ക്രൂശ് മരണത്തിലേക്ക്. എന്നാൽ യേശുവിന്റെ ക്രൂശ് മരണം നടക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെ യൂദയിൽ എന്ത് സംഭവിച്ചു? ദുർമരണം ആ മനുഷ്യന് വരുവാൻ ഇടയുണ്ടായി. എന്നാൽ തള്ളിപ്പറഞ്ഞ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞെങ്കിലും അവൻ എന്തിനാ തള്ളിപ്പറഞ്ഞത്? അവൻ
ആ പട്ടണത്തിലെ നിയമാധികാരികളെ ഭയന്നത് കൊണ്ട് മാത്രമാണ് യേശുവിനെ അവൻ തള്ളിപ്പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അവന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മാത്രമാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറയുവാൻ ഇടയുണ്ടായത്. എന്നാൽ ആ തള്ളിപ്പറഞ്ഞ് യേശു രണ്ടാമത് അവിടെ മുമ്പിൽ പ്രത്യക്ഷനായപ്പോൾ പത്രോസിനെ ദൈവം കുറ്റം വിധിപ്പാൻ ഇടയുണ്ടായില്ല. നമ്മൾ ഇത് കഴിഞ്ഞ അപ്പോസ്തല പ്രവൃത്തി വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അടുത്ത അധികാരവും യേശു കൊടുത്തത് പത്രോസിനായിരുന്നു. എന്തുകൊണ്ട്? സാഹചര്യം കൊണ്ട് അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് യേശു അതിനെ കണക്കിടാൻ ഇടയുണ്ടായില്ല. എന്നാൽ പ്രത്യക്ഷനായി അവർ വിശ്വസിക്കത്തക്കവണ്ണം ഇപ്പോൾ പിടിച്ച മീന് പലതും കൊണ്ടുവരുവിൻ എന്ന് യേശു പറയും. എന്നാൽ അവരുമായി വീണ്ടും ഒരു അത്താഴം പങ്കിടുവാൻ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ നടുവിൽ അവർക്ക് ഒരുമിച്ച് വീണ്ടും ഇരിപ്പാൻ കർത്താവ് ഇടവരുത്തി. അതിനുശേഷം മാത്രമാണ് വീണ്ടും കർത്താവ് സ്വർഗ്ഗാരോപണത്തിൽ കടന്നു ചെല്ലുവാൻ ഇടയുണ്ടായത്. എങ്കിൽ ഇന്നും പകൽക്കാലം നീ വിളിച്ചാൽ ഈ നിമിഷത്തും നിന്റെ മുമ്പിൽ പ്രത്യക്ഷനാകാൻ എന്റെ ദൈവത്തിന് കഴിയും. നിന്റെ ആവശ്യത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിന്നെ സഹായിപ്പാൻ എന്റെ ദൈവത്തിന് കഴിയും. പക്ഷേ വിശ്വാസപ്രകാരം ഇന്നും പകൽക്കാലം നീ യേശുവിനോട് നിന്റെ വിഷയത്തെ പറഞ്ഞാൽ നിശ്ചയമായി അവൻ ഇറങ്ങി വന്ന് പത്രോസിനോട് ഇടപെട്ടതുപോലെ ശിഷ്യന്മാരോട് ഇടപെട്ടതുപോലെ മറ്റുള്ളവരോട് കൂടെ ഇരുന്ന് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുത്തതുപോലെ ഇന്നും പകൽക്കാലം നിന്റെ ആവശ്യത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നീ കാണത്തക്കയിൽ നീ വിശ്വസിക്കത്തക്കയിൽ നീ എന്താണെന്ന് അറിയത്തക്കയിൽ നിന്റെ മുമ്പിൽ ചിലതിനെ കാണിച്ചു തരുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് പകൽക്കാലം ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം യേശുവേ എന്റെ വിഷയത്തിന്റെ നടുവിൽ അങ്ങനെ വരണേ യേശുവിനോട് നീ പറയാം. എന്റെ യേശു ഈ പകൽക്കാലം നിന്റെ മധ്യത്തിൽ ഇറങ്ങി വരൂ. ദൈവം വിശ്വസ്തനാണ്. എന്റെ ദൈവം വാക്കുമാറാത്തൊരു കർത്താവാണ്. എന്നാൽ യേശു ഇറങ്ങി വന്നു. കർത്താവ് അവന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് സ്വർഗ്ഗാരോപണം ചെയ്യുവാൻ ഇടയുണ്ടായി. എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് നിങ്ങൾക്ക് ആശ്ചര്യപ്പെടാൻ കഴിയത്തുള്ളൂ. എങ്കിൽ കഴിയണമെന്ന് എന്ത് ചെയ്യണം? യേശുവിൽ നീയും നിന്റെ കുടുംബവും വിശ്വസിപ്പാൻ തയ്യാറാകണമെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിൽ ദൈവത്തിന് കാണിച്ചു തരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിശ്ചയമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ഇന്ന് പകൽക്കാലം ചെയ്യുവാൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ നിശ്ചയമായി ദൈവത്തിന്റെ പ്രവൃത്തികൾ പുസ്തകം അതിന്റെ 47 അതിന്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയില്ല. അതിലെ വെള്ളം വിശുദ്ധ മധ്യത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. അവരുടെ അതിന്റെ ഇല ചികിത്സയ്ക്കും ഉതകും. അപ്പോ വചനം പറയുന്നു, നദി തീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻ തക്ക ഫലം ഉള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അപ്പോ അക്കരെ വളരും, ഇക്കരെ വളരും. അപ്പോൾ ഈ ഫലം നമ്മൾ തിന്നണമെങ്കിൽ നമുക്ക് അക്കരയും ഇക്കരയും പോകാൻ കഴിയണം. അപ്പോൾ ആ നദിയുടെ നടുവിൽ നമുക്ക് എത്തിപ്പെടുവാൻ കഴിയണം. എന്നാൽ മാത്രമേ ഈ ഫലങ്ങളൊക്കെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, തിന്നാൻ പറ്റത്തുള്ളൂ.
ഈ ഫലം നമ്മുടെ എന്ത് ചെയ്യും? ആരോഗ്യത്തിനും നമ്മുടേതായ നല്ലതിന് വേണ്ടി ഫലമുള്ളതായി മാറത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നദിയുടെ നടുവിൽ എത്തപ്പെടുവാൻ നിങ്ങൾ അനുഗ്രഹമായിരിക്കും. എന്നാൽ വെളിപ്പാട് പുസ്തകം 22:2 വായിക്കുമ്പോൾ നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. അപ്പൊ നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അത് ഫലം കൊടുക്കുന്നു. അതുതോറും ഫലം കൊടുക്കുന്നു. അപ്പൊ ഫലം കൊടുക്കുന്ന മാത്രമല്ല, വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. എത്രയോർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. വചനപ്രകാരം വിശ്വസിക്കുന്ന ഏവരും ഈ വചനം ഹല്ലേലൂയ ഒരു മെഡിസിനായി മാറുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഇതിൽ ആരൊക്കെ വിശ്വസിക്കുന്നു, ആരൊക്കെ ഈ പ്രവൃത്തിയുടെ ഹല്ലേലൂയ വിശ്വാസം അർപ്പിക്കുന്നു, അവർക്കൊക്കെ എല്ലാ കാലം ദൈവത്തിന്റെ വചനമെന്ന് ഇന്ന് പകൽക്കാലം നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓരോ ഇലകളും നിന്റെ രോഗശാന്തിക്ക്, നിന്റെ വിടുതലിന്, നിന്റെ മനോവിഷമത്തിന്, നിന്റെ മനോഭാരത്തിന്, നിന്റെ മനോവിലയത്തിന് ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ ഓരോ ഇലകളും വിടുതൽ കാണത്തില്ലെന്നുള്ള ഭയാനമായ പോരാട്ടം ഇന്ന് പകൽക്കാലം എത്ര പേര് പറയും യേശു എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി, യേശു എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി. എത്ര പേര് വിശ്വസിക്കുന്നു യേശു എനിക്ക് എന്നാൽ അവരൊറ്റ വാക്ക് പറഞ്ഞവർ തന്നെ വിശാലിക്ക് യേശു അനുകൂലമാണ്. പ്രിയാന്റി യേശു അനുകൂലമാണ്. പ്രിയ മാതാവേ യേശു അനുകൂലമാണ്. ഹല്ലേലൂയ. പ്രിയ പിതാവേ യേശു അനുകൂലമാണ്. എങ്കിൽ പ്രതികൂലമാണ് ഇന്ന് പകൽക്കാലം ആരോടെ ദൈവത്തിന് ഞാൻ പറയുന്നു, യേശു നിങ്ങൾക്ക് അനുകൂലമാണ്, നിന്റെ കുടുംബത്തിന് അനുകൂലമാണ്, നിന്റെ തലമുറയ്ക്ക് അനുകൂലമാണ്. എന്നാൽ നിങ്ങൾ എനിക്കെന്നാൽ പ്രതികൂലമാണ് ആരുമില്ല. വചനം പറയുന്ന വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഇതളാണ്. അടുത്ത വചനം വായിച്ചാൽ 47:7. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷങ്ങൾ നിൽക്കുന്നത് കണ്ടു. ഈ വചനത്തോട് ദൈവത്തിന്റെ ആത്മ പറയുന്നു, ചിലവർ മടങ്ങി വരാനുണ്ട്. ഇവിടെ പിന്മാറി നിൽക്കുന്ന ചിലവർ പിന്മാറ്റത്തിൽ ഹല്ലേലൂയ വരാതെ ദൈവസന്നിധിയിൽ കയറാതെ ആരാധിക്കാതെ മടിച്ചു നിൽക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ മടങ്ങി വരുന്നത് മുഖേന നിന്റെ കൺവെട്ടത്ത് ചിലത് കാണിച്ചു തരുക എന്റെ ദൈവത്താൽ ചില പദ്ധതിയുണ്ട്. എങ്കിൽ നീ മടങ്ങി വരുമ്പോൾ അക്കരെയും ഇക്കരെയും നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ചില വാഗ്ദത്തത്തിന്റെ നന്മ നിന്റെ ഭവനത്തിന്റെ നടുവിൽ വരും ദിവസത്തിൽ നീ നിന്റെ കുടുംബം കണ്ട് തുടങ്ങാൻ പോകാം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ദൈവത്തിന്റെ വിളിച്ചു പറയുന്നു, നീ മടങ്ങി വന്നേ മതിയാകത്തുള്ളൂ. എന്നാൽ നിശ്ചയമായി നിന്റെ ഭവനത്തിന്റെ നടുവിൽ കർത്താവ് എന്ത് ചെയ്യാൻ പോകണം? ഒരു വൃക്ഷത്തെ നിർത്താൻ പോകാം. നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് നീ കാണാൻ പോകുന്നു. വെറും വൃക്ഷമല്ല,
അതിന് ജീവവൃക്ഷമാകാൻ പോകും. ഒരു ഫലമുള്ള വൃക്ഷം ആകാൻ പോകും. എന്നാൽ വിശ്വസിച്ച ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണാം. എന്താ മടങ്ങി വരുമ്പോൾ ദൈവം നിനക്ക് തരാൻ പോകുന്നത്? സങ്കീർത്തനങ്ങൾ 1:3 വായിച്ചട്ടെ. അവൻ ആ ചെയ്യത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കാറ്റുന്നതും ഇലവടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കാൻ പോകാം. അവൻ ചെയ്യുന്നതൊക്കെയും നീ നടുന്നതിലൊക്കെ ഒരു ഫലത്തിന്റെ നന്മ നിന്റെ ജീവിതത്തിന്റെ നടുവിൽ നീ സാധിച്ചെടുക്കുന്നത് പോലെ ഒന്നിന്റെ പേരിൽ ഒന്നും വാടി പോകാത്ത രീതിക്ക് നീ നടുന്നതിലൊക്കെ ഒരു ഫലത്തിന്റെ നന്മ നിന്റെ ഫലത്തിന്റെ നടുവിൽ എന്റെ ദൈവം എല്ലാ കാലവും നിനക്ക് സാധിച്ചു തരുന്ന ഒരു ഇടപാടാത്ത ഒരു വൃക്ഷമാക്കി നിന്റെ ഫലത്തിന്റെ നടുവിൽ നിർത്താൻ പോകുന്ന ഒരു ദിനം നിന്റെ ഭവനത്തിന്റെ നടുവിൽ യേശു നൽകാൻ പോകാം. വിശ്വസിക്കേ. യേശു ഒന്ന് നട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇടപാട് ഒരിക്കലും ഇടവുണ്ടാകത്തില്ല. അതുകൊണ്ട് വചനം വ്യക്തമായി പറയുന്നു. എന്താ പറയുന്നത്? ഹല്ലേലൂയ. അവൻ ആ ജഗത്ത് നട്ടിരിക്കുന്നത് തക്ക കാലത്ത് ഫലം. എന്നുവെച്ചാൽ നീ ആഗ്രഹിക്കുന്ന സമയത്തൊക്കെ നിന്റെ തലമുറയായാലും നിന്റെ തലമുറ ഭാവിയായാലും നിന്റെ സാമ്പത്തികമായി ഏതിലായാലും ഒരു ഫലമുള്ള ഇലകളായി വളർന്നു വരാൻ പോകാം. ആ ഫലത്തിന്റെ നന്മ നിന്റെ ഭവനത്തിന്റെ നടുവിൽ തളുർത്തു. ഹല്ലേലൂയ. അത് പച്ചപ്പായി തുടങ്ങി കഴിഞ്ഞാൽ ആ ഇലയുടെ തല ഹല്ലേലൂയ നല്ല പുഷ്ടിയുള്ളതായി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനെ വാട്ടിക്കളയുവാൻ ഒരു മനുഷ്യനും ഇടവരുത്തുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം അത് നട്ടതും അത് നനച്ചതും അത് ഇതാക്കിയതും അത് ഇലയാക്കിയതും എന്റെ ദൈവമായത് കൊണ്ട് ആ ഫലം വരുന്നത് വരെ നീ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള ഫലം കാറ്റുന്നത് വരെ അത് വൃത്തിയായി നിൽക്കാനും അത് കൽപ്പിച്ചതും അത് ഉറവാക്കിയതും എന്റെ യേശുവായതുകൊണ്ട് അത് തക്ക സമയത്ത് നിന്റെ ഭവനത്തിന്റെ നടുവിൽ ഒരു ഫലം കാറ്റുന്ന ഒരു വൃക്ഷമാക്കി എന്റെ ദൈവം മാറ്റും. വിശ്വസിക്കുക. ചിലവര് പറയുന്നുണ്ട് ആളുകൾ കൊണ്ട് ചിലതിനെ നട്ടുവെള്ളം പോലും പക്ഷെ ഫലമായി വന്നു. പക്ഷെ എനിക്കത് പറിക്കാൻ പറ്റാതെ പല ഭാഗങ്ങളിൽ കേടുവരുത്തി. അയിലകളെ പുഴുക്കൾ വെട്ടുന്നത് പോലെ ചില കൃമികൾ വന്നിരുന്ന് ഇലയെ നശിപ്പിച്ച് കളയുന്നത് പോലെ കൂട്ടം കൂടി എന്റെ കുടുംബത്തിൽ തലമുറയെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ശത്രുക്കൾ എന്റെ ഭവനത്തിലെ നന്മ കാണാൻ സമ്മതിക്കുന്നില്ല. അത് പറിച്ചെടുക്കുവാൻ സമ്മതിക്കുന്നില്ല. ആ ഫലത്തിന്റെ ഉടമയാകാൻ എന്നെ അനുവദിക്കുന്നില്ല. എങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ യേശുവിനെ ഏൽപ്പിച്ച് ഒരു ഫലമായി ഞാനത് സാധിച്ചെടുക്കുമെന്ന് ഇന്ന് പകൽക്കാലം നീ കൽപ്പിക്കുമോ? നിന്റെ ഭവനത്തെ ഒരു ഫലമാക്ക്. എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നു, നീ മടങ്ങി വന്നേ മതിയാകും. നീ മടങ്ങി വന്നേ മതിയാകും. നീ മടങ്ങി വന്നേ മതിയാകും. നീ മടങ്ങി വരാൻ താല്പര്യം കൊടുക്കാത്തത് കൊണ്ടാണ് നീ അക്കരയും ഇക്കരെയുള്ള നന്മ കാണാൻ ഇടയുണ്ടാകും. പുറമേ ഉള്ളത് ചിലത് കാണുന്നു, അപ്പോഴത്തേക്കുള്ള ചില കാര്യം നടക്കുന്നു. പക്ഷെ നല്ലതായുള്ള ഫലം ഇതുവരെ കാണാൻ നിന്റെ ശത്രു അനുവദിക്കുന്നില്ല. പല പ്രാവശ്യം നീ വിചാരിച്ചു ഈ ഇല എന്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു മാറാത്ത ഇലയായി മാറുമെന്ന്. പല പ്രാവശ്യം പൊട്ടുകൊള്ളുന്ന വെയിലിന്റെ നടുവിൽ ഈ ഇല എനിക്ക് വേണ്ടി ഉപകരിക്കുമെന്ന് ഞാൻ നടക്കുന്ന മരുഭൂമിയുടെ നടുവിൽ അല്ലെങ്കിൽ മരുഭൂമിയുടെ സ്ഥാനത്തിന്റെ നടുവിൽ എനിക്കൊപ്പോൾ ഒരു ആശ്വാസമായി ഈ ഇല മാറുമെന്ന് പല പ്രാവശ്യം ചിന്തിച്ചു. പക്ഷേ ആ ഇലയൊന്ന് നിന്റെ ഈ പ്രതിസന്ധിയുടെ നടുവിൽ നിനക്ക് ഉദവിയില്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം
ദൈവാത്മാ പറയുന്നു, നീ മടങ്ങി വാ, നീ മടങ്ങി വാ. ഈ ഇലയുള്ള വൃക്ഷം നിനക്ക് ഒരു അനുഗ്രഹത്തിന് കാരണമാകുക. അവൻ അടിയിലത്ത് നട്ടിരിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല മാറാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും, ചെയ്യുന്നതൊക്കെയും സാധിക്കും. നീ എന്ത് ദൈവസന്നിധി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നോ ആ വിഷയത്തിന്റെ നടുവിൽ ഒരു മറുപടി ലഭിക്കും. അഭിഷേകത്തിന്റെ നടുവിൽ ഒരു മറുപടി ലഭിക്കും. ഇന്ന് പകൽക്കാലം യേശു നിനക്ക് വേണ്ടി ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ദൈവം അടുത്ത് നിങ്ങൾക്ക് തരാൻ പോകുന്ന വായിക്കുന്നത് യിരെമ്യാവ് 17:8 എന്ന വചനം ഒന്ന് വായിക്കാം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. ഉഷ്ണം തട്ടുമ്പോൾ അതൊരിക്കലും പേടിക്കില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. അതിന്റെ ഇല എപ്പോഴും പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും എത്ര പേയും എത്ര മരുഭൂമി വന്നാലും വാട്ടം തൊട്ടാതെ ഫലം കായ്ച്ചു. അതൊരിക്കലും വാടി കുതിർന്ന് നിൽക്കാതെ നീ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള ഫലമൊക്കെ അതിൽ കാണിച്ചുകൊണ്ടേയിരിക്കും. വായിച്ചാട്ടെ. ഹൃദയം എല്ലാത്തിനേക്കാളും കപടവും. അപ്പോൾ വചനം പറയുന്നു, അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത് ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഊഷ്ണം തട്ടുമ്പോൾ എന്ത് ഭയമായ പ്രതികൂലം നിന്റെ മേൽ വന്നാലും നിന്റെ കുടുംബത്തിന്റെ മേൽ വന്നാലും യേശു എന്റെ കൂടെ എന്റെ ഭവനത്തിലുള്ളത് കൊണ്ട് ഒരു ഉഷ്ണം എന്റെ ഭവനത്തിൽ വന്നാലും ഞാൻ ഒരു കാലത്തും പേടിക്കുകയില്ല. വിശ്വസിക്കുന്നവർ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. എല്ലാവർക്കും ഉഷ്ണമാണ് പ്രശ്നം. ചെറിയ ഉഷ്ണം വന്നാൽ മതി, ഉടനെ ഭയപ്പെടും. ചെറിയതൊക്കെ വന്നാലും അല്ലെങ്കിൽ വലുത് വന്നാലും പേടിക്കരുത്. കാരണം എന്താണ്? യേശു നമുക്ക് അനുകൂലമായതുകൊണ്ട് പ്രതികൂലമാരുമില്ല. എങ്കിൽ എത്ര ഊഷ്ണം വന്നോട്ടെ അതിന് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാക്കണം. വചനം കൊണ്ട് എന്ത് ചെയ്യണം? സകലത്തെ നീ ജയിക്കണം. സ്തോത്രം കൊണ്ട് നീ സകലത്തെ ജയിക്കണം. മഹത്വം കൊണ്ട് നീ സകലത്തെ ജയിക്കണം. എങ്കിൽ ഏത് ഊഷ്ണവും നിന്റെ ഭവനത്തിൽ വന്നാലും നീ ഭയക്കാൽ എന്റെ ദൈവം ഇടവരുത്തത്തില്ല. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ. എന്നാൽ അടുത്തത് ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. എന്തൊക്കെ ചെയ്താലും, എത്ര ഡിഗ്രിയിലുള്ള വെയിൽ അടിച്ചാലും, എത്ര മരുഭൂമിയുടെ നടുവിലുള്ള വെയിലിന്റെ നടുവിൽ നീ നിന്നാലും നീ വാടിപ്പോകാൻ ദൈവം ഇടവരുത്തത്തില്ല. കാരണം നിന്നെ കാത്തു പരിപാലിക്കുന്നവൻ ഇസ്രായേലിന്റെ പരിപാലകനായ സർവശക്തനായ ദൈവമായതുകൊണ്ട് ഈ ഊഷ്ണങ്ങളൊന്നും നിന്റെ ശരീരത്തിന്റെ മേൽ ബാധിക്കുക, നിന്റെ ശരീരത്തിന്റെ മേൽ ആ ക്ഷീണം വരുക, നിന്റെ ശരീരത്തിന്റെ മേൽ മാറ്റം വരുക എന്റെ ദൈവം ഇടവരുത്തത്തില്ല. നിന്നെ നിർത്തിയിരിക്കുന്നത്, നിന്നെ വിളിച്ചു കൊണ്ടുവന്നത്, നിന്നെ വിളിച്ചു കയറ്റിയത്, നിന്നെ വഴി നടത്തുന്നത്, നിന്നെ ഏത് മേഖലയിൽ സഞ്ചരിപ്പിക്കുന്നത് സർവശക്തനായ സർവത്തിന്റെ നാഥനായ സർവശക്തനായ യേശുവായതുകൊണ്ട് ഒരു നിന്റെ മേൽ തട്ടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വിശ്വസിക്കുന്നവരെ ഓർത്ത് ജീവിതത്തിൽ നമ്മുടെ പുറകിലിരിക്കുന്ന മാതാവ് ഊഷ്ണം എന്ന് പറയുന്നത് ഒരു ശതമാനം പോയി ദേഹത്ത് കൊടുക്കുക. കൊണ്ടുകഴിഞ്ഞാൽ ആ നിമിഷം അവിടെ മകന്നു. ഭവനത്തിൽ
കുടുംബനാഥൻ പറഞ്ഞിരിക്കുന്നു നീ പുറത്തോടെ പോണ്ട, വീട്ടിൽ തന്നെ ഇരുന്നു. മക്കൾ പറയുന്നു എവിടെയും വെച്ച് അമ്മ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പുറത്തു വരുന്ന കൊടുത്തി വിട്ടാണ്. അങ്ങനെ പല വിലക്കും ഇട്ടിട്ടും ഈ മാതാവ് ഇന്നും ദൈവത്തെ സ്തുതിക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർ പ്രാപിക്കുന്ന പ്രകാരമുള്ള ഊഷ്മമുള്ള മെഡിക്കൽ ശാസ്ത്രം പറയുന്ന ഊഷ്മമുള്ള അവരുടെ ശരീരത്തിൽ ബാധിക്കത്തില്ല. കാരണം ആ ഊഷ്മത്തിൽ നിന്ന് ഇവ മാറ്റി പോകാത്തവന് അവരെ നിർത്തിയിരിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അവർ ഇന്ന് ദൈവത്തെ സ്തുതിക്കുന്നത്. അപ്പോൾ ഇന്ന് മാതാവ് എന്നോട് പറഞ്ഞു പാസ്റ്റേ വരാൻ പറ്റും തോന്നുന്നില്ല. പെട്ടെന്ന് ശരീരത്തിൽ ഭയങ്കര വേദന. ഞാൻ പറഞ്ഞു പന്ന പിശാച് ശരീരത്തിന്റെ മേൽ അവർ ആരാധന മുടക്കാൻ നിൽക്കുന്ന പിശാചേ, ആ ശരീരത്തിൽ നിനക്കൊരു അവകാശമില്ല. താങ്കളെ ഇപ്പോൾ വിട്ട് മാറിക്കോളെന്ന് പറഞ്ഞ് എന്നാൽ പ്രിയ മാതാവ് ദൈവത്തെ സ്തുതിക്കുവാൻ ചാടി പുറപ്പെട്ടപ്പോ അവരുടെ ശരീരത്തിന്റെ വിലയിൽ നിന്ന് ദൈവം മാറ്റുകയും ഇന്ന് പകൽക്കാലം നിന്റെ ശരീരത്തിലെ സംഭവിക്കുന്ന സകല ലോകത്തെ എന്റെ ദൈവത്തിന് മാറ്റാൻ കഴിയും. നീ തുള്ളിച്ചാടാൻ മടങ്ങി വരാൻ ഒരു ഉത്സാഹം കാണിക്കണം. ഇതിൽ മാത്രമേ എല്ലാവർക്കും ആശുപത്രിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര താല്പര്യം, ഭയങ്കര ഒപ്പറാണ്. 6 മണിക്ക് ഡോക്ടർ വരുമെന്ന് പറഞ്ഞ 5 മണിക്ക് ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ ഏതെങ്കിലും ഗവൺമെന്റ് ആശുപത്രിയിലോ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലോ പോയി ചീട്ടെടുത്ത് കാത്തിരിക്കും. 50 പേര് കാണും. എന്റെ പേര്